അപ്പോൾ എല്ലാവരും ചായ കുടിക്കണ തിരക്കിലാട്ടാ. ഒരു 8 മണി 8:15 ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്നിട്ടായിരുന്നു ഞങ്ങൾ ചായ കുടിച്ചിരുന്നത് കേട്ടോ. വെള്ളയപ്പവും കുറുമക്കറി ആയിരുന്നു ചായക്ക് ഉണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ വിജയാൻ്റെ കേട്ടാ. ഞാനും വിളിച്ചതും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതൊക്കെ എൻ്റെ അയൽവക്കക്കാരാട്ടാ. അവരുടെ വിശേഷങ്ങളൊക്കെ വഴിയെ നമുക്ക് കാണാവുന്നതാണ്. ഞങ്ങളുടെ അമ്മ കാണാൻ പോകുമ്പോഴേക്ക് അവിടെ ആകെ വെയിൽ വന്നു. അയ്യോ, സഹിക്കാൻ പറ്റാത്ത വെയിൽ, അൺസഹിക്കബിൾഡോ. ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയിരുന്നില്ല. എല്ലാവരും കണ്ണൊക്കെ എന്താ പറയുക. അപ്പം എല്ലാവരും ഡാം കണ്ടുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. പറയൂ ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർ ആണ് ഞങ്ങളുടെ നുസു. നുസു എന്റെ പാത്തു. എന്താണ് ഭൂതത്താൻകെട്ടിനെ കുറിച്ച് പറയാനുള്ളത് താങ്കൾക്ക്? പറയൂ ഗൈസ്, പറയൂ. ടീച്ചർ പറ. പ്രകൃതി രമണീയം തുളുമ്പി നിൽക്കുന്ന സ്ഥലം. ഞാൻ പറയും ഭൂതത്താൻകെട്ടിനെ കുറിച്ച്. ഇഷ്ടപ്പെട്ടോ? അതെ, ഞാനും ഇങ്ങോട്ട് വന്നിട്ടില്ല. നമ്മൾ ആദ്യം ഭൂതത്താൻകെട്ട് തുറന്നുകൊണ്ട് പേപ്പറിൽ ടിവിയിൽ കാണാം. അതെ അതെ അതെ, നല്ല രസമുണ്ടല്ലേ കാണാൻ. പൊളിയാ. അഷ്ടമേമോ അമ്മ എവിടെയമ്മ? അമ്മ ആസ്വദിക്കാണ്. ശീതമേമോ എല്ലാവരും ആസ്വദിക്കാണ്. അയ്യോ, നീ എവിടെ പോയാലുണ്ടല്ലോ, നീ കുമ്പിടിയാണോ? അയ്യോ, അവിടെ അയ്യോ, വെയില് കൊണ്ട് ആസ്വദിക്കാണല്ലേ. രാവിലെ മഞ്ഞായിരുന്നു. അതെ ആസ്വദിക്കണോ ഭൂതത്താൻകെട്ട്? എവിടെ? ഓ മൈ ഗോഡ്. ഫോട്ടോഗ്രാഫർ പ്രദീപ് പാപ്പൻ. ആ, ഭൂതത്താൻകെട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ. എങ്ങനെയുണ്ട്? കെട്ട് മാത്രം കണ്ടില്ല. കെട്ട് കാണിച്ചു തരാൻ പറയാ. തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഞാനും അതെ. അടിപൊളി ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ സൗണ്ട് കേട്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനത്തെ സൗണ്ടൊക്കെ കേൾക്കാം. ഈ സൗണ്ടല്ല, നേരത്തെ കേട്ട സൗണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന എല്ലാവരും. ഇനി അടുത്ത വിശേഷം നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഓക്കെ, ബൈ. കഥകളുമായി ഇളം കാറ്റിൽ